സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രപിതാവെന്ന് വേണേൽ പറയാം വ്ളാദിമിർ ലെനിൻ. ലെനിൻ എങ്ങനെയാണ് ലെനിനായതെന്ന് നമുക്കറിയാം. ലെനാ നദിയുടെ പുത്രൻ എന്നുള്ള ഒരു പേര് സ്വീകരിച്ചിട്ടാണ് ലെനിനായത്. പക്ഷേ ലെനിൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ലെനിൻ അവസാന കാലത്ത് സ്റ്റാലിന് വേണ്ടാതായി. ആ വേണ്ടാതായ കഥയും അതിൻ്റെ അവസാനവും പരിണതി അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ലെനിൻ അവസാനം രോഗമൊക്കെ ബാധിച്ചു തുടങ്ങി. ലെനിൻ തന്നെയാണ് ഈ സ്റ്റാലിനെ നിർദ്ദേശിച്ചതുമൊക്കെ, പിന്തുടർച്ചക്കാരനായിട്ട് പ്രഖ്യാപിച്ചതൊക്കെ. അത് പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയൊക്കെ ചെയ്തു. പലരും ഇതുപോലത്തെ അബദ്ധങ്ങളുമൊക്കെ പിൻഗാമിയായിട്ട് നമ്മളെപ്പോഴും ഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ നിർദ്ദേശിച്ചത് അബദ്ധമായി എന്ന് ചർച്ച ചെയ്യാറുണ്ടല്ലോ. PCCകൾ മുഴുവൻ പട്ടേലിനെ നിർദ്ദേശിച്ചിട്ടും അബദ്ധങ്ങൾ ഇങ്ങനെ പല ആളുകളും ചെയ്യും. ലെനിൻ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഭാഗവും ഈ കഥയിൽ വരും. അപ്പോൾ അവസാനം കുറേ രോഗമൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ 1921 ഡിസംബർ 7 ലെനിനെ ക്രെംലിനിൽ നിന്ന് ഗോർക്കിയിലേക്ക് മാറ്റി. മാക്സിം ഗോർക്കിയുടെ പേരിൻ്റെ കൂടെയുള്ള ഗോർക്കി സ്ഥലമാണ് അത്, സുഖവാസ കേന്ദ്രവും ഒക്കെയാണ്. അപ്പോൾ ഗോർക്കിയിലേക്ക് മാറ്റി. ക്രെംലിൻ ഭരണ സ്ഥിരാ കേന്ദ്രം ആണ് ക്രെംലിൻ. 1922 ഏപ്രിൽ 11 അടുത്ത പാർട്ടി കോൺഗ്രസ്. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസ്സിൽ സ്റ്റാലിൻ ജനറൽ സെക്രട്ടറി ആയി. പാർട്ടിയുടെ CCCPയുടെ അവിടുത്തെ CCCP ബോൾഷെവിക് പാർട്ടി എന്നാണ് അന്ന് പറയുക. അതെ അതെ, അതൊക്കെ ശരി തന്നെ. അപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ ലെനിൻ 4 തവണ പ്രസംഗിക്കേണ്ടി വന്നു. അത് പാർട്ടി കോൺഗ്രസ്സിൽ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അങ്ങനെ ചില സമയങ്ങളിലൊക്കെ വലിയ പുള്ളി ഇടപെടേണ്ടി വരാറുണ്ട്. ഇന്ത്യയിലൊക്കെ അങ്ങനെയാ തന്നെ. മൊത്തത്തിൽ സംഗതി തിരിഞ്ഞു പോകുന്നൊക്കെ തോന്നുമ്പോൾ ജനറൽ സെക്രട്ടറി ഇടപെടും. പിന്നെ എല്ലാവരും അതനുസരിച്ച് നടന്നോളണം എന്നുള്ളതാണ്. 4 പ്രസംഗം നടത്തി. അപ്പോൾ ലെനിൻ്റെ നിർദ്ദേശമായിരുന്നു ഈ പറഞ്ഞ പോലെ സ്റ്റാലിൻ എന്നൊക്കെ ഉള്ളത്. അത് നിർദ്ദേശിച്ച് കടലാസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജനകീയ സ്റ്റാലിനെ ജനറൽ സെക്രട്ടറി ആക്കുമ്പോൾ ശരിക്കും ജനറൽ സെക്രട്ടറി ആകേണ്ട ആൾ ട്രോട്സ്കിയാണ്. ഒരു മിതവാദി എന്നുള്ള നിലയ്ക്കൊക്കെ ഇയാളെപ്പോലത്തെ ഒരു കുഴപ്പം പിടിച്ച ആളല്ല ട്രോട്സ്കി. അപ്പോൾ ട്രോട്സ്കിയെ ജനകീയ കമ്മിസാർ ആയിട്ട് ഇരിക്കാനായിട്ട് ലെനിൻ പറഞ്ഞു. ആ പദവിയിലിരിക്കുന്ന ആൾ പിന്നത്തെ ജനറൽ സെക്രട്ടറി ആകും എന്നൊരു ധാരണയുള്ളതാണ്. ഈ ജനകീയ മൊത്തം കമ്മിസാറിറ്റുകളുടെ ചീഫായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഏകോപന ചുമതലയൊക്കെ ഉള്ള ആളാണ്. ട്രോട്സ്കി അത് നിരസിച്ചു. ട്രോട്സ്കി അത് നിരസിച്ചതോടുകൂടി സത്യത്തിൽ ട്രോട്സ്കിയുടെ പേര് വെട്ടി എന്ന് പറയാം. കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശം അത് പാലിക്കേണ്ടതാണ്. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണല്ലോ, അത് പാലിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ അന്ന് ഭൂരിപക്ഷം ആളുകൾ ജൂതന്മാരായിരുന്നു. റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ ആയിരുന്നു. അപ്പോൾ അതത്ര ശരിയല്ലല്ലോ, അത് അപാകതയാണല്ലോ എന്ന് ട്രോട്സ്കിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ട്രോട്സ്കിയും ജൂതനാണ്. അപ്പോൾ സ്റ്റാലിനും ജോർജിയ എന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ജനറൽ സെക്രട്ടറി ആകാൻ യോഗ്യനല്ല എന്നുള്ള തോന്നലും ട്രോട്സ്കിക്ക് ഉണ്ടായിരുന്നു. ഒരു ജൂതൻ തന്നെ. സ്റ്റാലിനും ജൂതനായിരുന്നോ? അല്ലല്ലല്ല, ജോർജിയ എന്ന് വരുന്ന ഈ നിലപാടുകളിൽ പ്രശ്നം ഉണ്ടായി. സ്വയം നിർണയാവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമേരിക്കയിലും റഷ്യയിലും ഒരേ പേരുള്ള 2 സ്റ്റേറ്റ്സ് ഉണ്ട്. വളരെ ദൂരെയുള്ള സ്ഥലമാണ് ജോർജിയ. സെമിനാരിയിലൊക്കെ പഠിച്ച ആളാണ് ഈ സ്റ്റാലിൻ. അപ്പോൾ അതും ശരിയല്ല, അയാളല്ല ആകേണ്ടതെന്നുള്ള തോന്നൽ ട്രോട്സ്കിക്ക് ഉണ്ടല്ലോ. ട്രോട്സ്കിയാണ് ആകേണ്ടതെന്നുള്ള അഭിപ്രായം ട്രോട്സ്കിക്ക് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഭൂരിപക്ഷം ജൂതന്മാരുടെ ഒരു കേന്ദ്ര കമ്മിറ്റി ശരിയല്ല എന്നും തോന്നലുണ്ടായിരുന്നു ട്രോട്സ്കിക്ക്. ഈ ലെനിന് വലിയ തലവേദന വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ അസുഖം കാരണം ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോർക്കിലേക്ക് മാറുന്നത്. അതിന് കാരണം ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന 2 വെടിയുണ്ടകൾ ആണെന്നുള്ള സംശയം വന്നു. അപ്പോൾ EP ജയരാജൻ അല്ല വെടിയുണ്ടയായിട്ട് ജീവിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ ലെനിൻ്റെ ശരീരത്തിൽ 2 ഉണ്ടായിരുന്നു. അപ്പോൾ
GP ജയരാജൻ്റെ ശരീരത്തിലുണ്ടോ? എന്നാണ് അവകാശപ്പെടുന്നത് അവർ അന്നത്തെ. അത് എടുത്തു കളഞ്ഞുകൂടെ? ഇതിപ്പോൾ ഇതിൻ്റെ അകത്തും ഒരെണ്ണം എടുത്ത് കളയുന്നുണ്ട്. അത് എടുത്ത് കളയാനായിട്ട് പ്രയാസമാണെന്നൊക്കെ ഡോക്ടർമാർ പലപ്പോഴും പറയാറുണ്ട്. അത് ഇരുന്നോട്ടെ, ഇരുന്ന് പോട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് വിഷം വരുന്നുണ്ടാകാം, അതായിരിക്കും അസുഖത്തിൻ്റെ കാരണം എന്ന് ജർമ്മൻ ഡോക്ടർ സ്ട്രംബറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ അഭിപ്രായപ്പെട്ടു. ലെഡ് പോയിസൺ ആണെന്ന്. ലെഡാണല്ലോ വെടികൊണ്ട് ഉണ്ടാക്കുന്നത്. അതാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകാൻ കേട്ടോ ഡോക്ടർമാർക്ക്. അപ്പോൾ ഏപ്രിൽ 23 കഴുത്തിലെ വെടിയുണ്ട ശസ്ത്രക്രിയ ചെയ്ത് നീക്കി ലെനിൻ്റെ. പിന്നെ മോസ്കോയിൽ പ്ലീനം നടക്കുന്നു നവംബർ 7. അതിലാണ് ലെനിൻ്റെ അവസാനത്തെ പ്രസംഗം. ഈ പ്ലീനത്തിൽ അവസാനത്തെ ഈ മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ ബോൾഷെവിക്സിന് എതിരായിട്ട് പാർട്ടിയിലുണ്ടായിരുന്ന വിഭാഗം. അപ്പോൾ അവസാനം ശേഷിച്ചതൊരു മെൻഷെവിക് പ്രൊഫസർ റോഷ്കോ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അവരെ നശിപ്പിച്ചു. ആ പുറത്താക്കുന്ന ദിവസം ഡിസംബർ 16 ലെനിന് പക്ഷാഘാതം ഉണ്ടായി, തളർച്ച ഉണ്ടായി. 12ാം പാർട്ടി കോൺഗ്രസ്സിൽ ഇനി പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ലെനിന് ബോധ്യപ്പെട്ടു. ഇനി വരുന്ന 12ാം കോൺഗ്രസ്സിൽ. അപ്പോൾ ലെനിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെനിൻ ആണല്ലോ മഹാൻ, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. ലെനിനും അങ്ങനെ കരുതുന്നുണ്ടല്ലോ. അപ്പോൾ ലെനിൻ പാർട്ടി കോൺഗ്രസ്സിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ 2 സഹായികൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. പാർട്ടി കോൺഗ്രസ്സിൽ പറയണം എന്ന് പറഞ്ഞിട്ട് മരിയ വൊളോദിച്ചേവ, ലിഡിയ ഫൊത്തിയേവ എന്ന് പറഞ്ഞ് 2 പേര്. ഇവർക്ക് പാർട്ടി കോൺഗ്രസ്സിനുള്ള കത്തുകൾ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ലോകം അറിയുന്നത് ഇങ്ങനത്തെ കത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്റ്റാലിനൊക്കെ മരിച്ച ശേഷം 20ാം പാർട്ടി കോൺഗ്രസ്സിൽ ക്രൂഷ്ചേവ് പറയുമ്പോഴാണ് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു എന്നും കത്തുകൾ ഉണ്ടായിരുന്നു. കത്തുകൾ എഴുതി കൈമാറി, പക്ഷേ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചില്ല. അതൊന്നും വെച്ചില്ല. അതിൻ്റെ കഥ പറയാം. അപ്പോൾ 1956 ഫെബ്രുവരി 25 ക്രൂഷ്ചേവ് പരസ്യമാക്കുന്നത് ഈ വിവരം. സ്റ്റാലിനേക്കാൾ ജനകീയത ട്രോട്സ്കിക്ക് ഉണ്ടായിരുന്നു. പിന്നെയും വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി ആകാൻ. ഈ സിനോവിവ്, കാമനേവ്, ബുക്കാറിൻ വലിയ സൈദ്ധാന്തികനാണ്. കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഇവർക്കൊക്കെ ആകാൻ വേണമെങ്കിൽ, പക്ഷെ വിഭാഗീയതയുണ്ട് പാർട്ടിയുടെ അകത്ത്. സ്റ്റാലിന് ഏകാധിപത്യ സ്വഭാവം പ്രകടമാക്കാൻ തുടങ്ങി ജനറൽ സെക്രട്ടറി ആയതിൽ പിന്നെ. അപ്പോൾ പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ലെനിന് തോന്നി, ട്രോട്സ്കിയും സ്റ്റാലിനും ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ സ്റ്റാലിനെതിരാണ് ഈ 2 സ്ത്രീകൾക്കും പറഞ്ഞു കൊടുക്കുന്ന കേട്ടെഴുത്ത്. അത് സ്റ്റാലിനെ പുറത്താക്കണം എന്ന് പറയുന്ന കത്തുകളാണ് ഈ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്നത് സ്റ്റാലിനുമാണ്. അപ്പം മരിയ ലിഡിയയോട് ചോദിച്ചു, ഈ സ്റ്റാലിനെതിരായി ഇപ്പോൾ ഈ സഖാവ് ലെനിൻ സഖാവ് നമ്മളെ കൊണ്ട് ഈ കേട്ടെഴുതിക്കുന്ന സംഗതി സ്റ്റെനോപ്പണിയാണല്ലോ ചെയ്യുന്നത്, ഇത് നമ്മൾ സ്റ്റാലിന് കൊടുത്തു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടാവുമോ? കാരണം വല്ല ഗുണമുണ്ടാവുമോ അപ്പുറത്തേക്ക്. അപ്പോൾ സ്റ്റാലിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. സ്റ്റാലിനോട് തന്നെ ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, കത്തിച്ച് കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കത്തിച്ച് കളഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പി കൂടി എടുത്തു വെച്ചു. ഇനി ലെനിനെങ്ങാനും തിരിച്ചു വന്നിട്ട് സഖാവേ അതെവിടെ ഞാൻ ചോദിച്ചാൽ പണിയായല്ലോ. ഒരു കോപ്പി ഒന്നും വിശ്വസിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാരല്ലേ. 1923 ജനുവരി 4 ലിഡിയയ്ക്ക് ഒരു തീർത്തും അപകടകരമായ ഒരു സംഗതി ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു. സ്റ്റാലിൻ പരിക്കനാണ്, ദുരയുള്ള ആളാണ്, വേറൊരാൾ ജനറൽ സെക്രട്ടറി ആകണം. ഈ പാർട്ടി കോൺഗ്രസ് സ്റ്റാലിനെ നീക്കണം, വേറൊരാളെ ജനറൽ സെക്രട്ടറി ആകണം. ഈ സാധനം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ കേട്ടെഴുത്തുകൾ സ്റ്റാലിൻ അറിയുന്നുണ്ടല്ലോ, ലീക്ക് ചെയ്യുന്നുണ്ട് ഇത്, ഈ വിവരം. ഇവരിൽ ആരോ ഒരാൾ, സ്റ്റെനോഗ്രാഫർമാരിൽ ആരോ ഒരാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 2 പേര് പറഞ്ഞോ. അല്ല, ഇത് ക്രൂസ്കേയും അറിയുന്നുണ്ടല്ലോ, ലെനിൻ്റെ ഭാര്യ.
ക്രൂപ്സ്കേയ സ്റ്റാലിൻ വിരുദ്ധയാണ്. അപ്പോൾ കേട്ടെഴുത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ സംഘർഷം ഉണ്ടാക്കി. കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞു, CC അറിഞ്ഞു, ഇതറിഞ്ഞു. കുറേ ആളുകൾ അങ്ങോട്ടും പറയുന്നുണ്ടാവുമല്ലോ. കാരണം സ്റ്റാലിൻ ഇത് കത്തിച്ചു കളയുന്നോ ഒതുക്കുന്നോ ഒക്കെ അറിയാം. സ്റ്റാലിൻ വിരുദ്ധ വിഭാഗം അറിഞ്ഞിട്ട് ഇത് ഇഷ്യൂ ആക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ അകത്ത്. അപ്പോൾ പ്രവതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രമാണ് പ്രവതയ്ക്ക് ഒരു കത്ത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തു ലെനിൻ. ഇത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രവതയുടെ ചുമതലയുള്ള സഖാവ് ഈ ലെനിൻ മാത്രം കാണാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ഉണ്ടാക്കി പ്രവതയുടെ. എന്നിട്ട് ഞങ്ങളിത് അച്ചടിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലെനിന് മാത്രം ഇത് പ്രവതയിൽ വന്നില്ലത്. പറ്റിച്ചു, ലെനിനെ പറ്റിച്ചു. അത് കഴിഞ്ഞ് സ്റ്റാലിനെ ഈ എപ്പോഴും പാർട്ടിയിൽ നമ്മളൊരാളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സ്റ്റാലിനെതിരെ ജോർജിയ പ്രശ്നം കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ട് 3 സഖാക്കളെ ജോർജിയയിലേക്ക് വിട്ടു. ഒരു പ്രശ്നം ശരിക്കും അന്വേഷിച്ചു കൊണ്ടുവരിക പറഞ്ഞിട്ട് ലെനിൻ. അപ്പോൾ സ്റ്റാലിൻ ഉദ്ദേശിച്ചിരുന്നത് സ്വതന്ത്ര പദവി, സോവിയറ്റ് യൂണിയനിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം സ്ഥലമാണല്ലോ, അതിന് സ്വതന്ത്ര പദവി വേണം. ജോർജിയ, അർമേനിയ, അസർബൈജാൻ ഇവ ചേർത്തിട്ട് കൊക്കേഷ്യൻ ഫെഡറേഷൻ ഉണ്ടാക്കണം എന്നൊക്കെ സ്റ്റാലിൻ ആഗ്രഹിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തുരപ്പം പണി പാർട്ടിക്കുള്ളിൽ നിന്ന് എടുക്കുന്നു, ഇത് ഇഷ്യൂ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേട്ടെഴുത്തിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ അനുവദിക്കുന്നതെന്ന് വെച്ചിട്ട് ലെനിൻ്റെ ഭാര്യ ക്രൂപ്സ്കയെ വിളിച്ചിട്ട് സ്റ്റാലിൻ ചീത്ത പറഞ്ഞു. ഇതെന്ത് പരിപാടിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ജനറൽ സെക്രട്ടറി ഡിക്റ്റേറ്റർ എന്നുള്ളതിലേക്ക് ഈ രാഷ്ട്രപിതാവിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി. അത് വലിയ ഇഷ്യൂ ആക്കി ലെനിൻ മാർച്ച് 5-ാം തീയതി സ്റ്റാലിൻ ഒരു കത്തെഴുതി. ലെനിൻ, എനിക്കെതിരെ എന്ത് ചെയ്താലും ഞാൻ മറക്കും. സഖാവ് എനിക്കെതിരെ എന്ത് ചെയ്താലും എനിക്ക് മറക്കാൻ കഴിയും, പക്ഷെ എൻ്റെ ഭാര്യയ്ക്കെതിരെ ചെയ്താൽ ഞാൻ സഹിക്കുകയില്ല. അതുകൊണ്ട് സഖാവ് മാപ്പ് പറയണം, എൻ്റെ ഭാര്യയെ വിളിച്ച് മാപ്പ് പറയണം എന്ന് കത്ത്. ഈ കത്ത് സ്റ്റാലിന് കൊടുത്തില്ല. ഈ കേട്ടെഴുത്തുകാർ ക്രൂപ്സ്കെയെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചു ഇത് കൊടുത്ത വലിയ പുലിവാലാവും, കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആ ദിവസം ലെനിൻ്റെ നില വഷളായി. 7-ാം തീയതി സ്റ്റാലിന് പക്ഷേ ഈ കത്ത് കൊണ്ട് കൊടുത്തു. കൊടുത്തില്ലെങ്കിലും പുലിവാലാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ഇത് എഴുതിയത് അയാളല്ല, അയാളുടെ രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ലെനിന് വായിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ നിലയ്ക്കുന്നു, നടക്കാൻ പറ്റുന്നില്ല, എടുത്തുകൊണ്ട് പോകണം. പിന്നെ മാർച്ച് 10-ാം തീയതി വലതുഭാഗം തളർന്നു ലെനിൻ്റെ. 12-ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഇടയ്ക്ക് തീർന്നുപോയി. ഇതൊന്നും വായിക്കുകയില്ല, ചർച്ചയില്ല, തീരുമാനം ഉണ്ടായില്ല, അവരറിഞ്ഞില്ല. പ്രതിനിധി സംഘങ്ങൾ പോവുമല്ലോ, ഇപ്പം 20 പേരുടെ പ്രതിനിധി സംഘം ഇന്ന ജില്ലയിൽ നിന്ന് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പോകുന്ന പോലെ ആ പ്രതിനിധി സംഘത്തിനൊരു തലവൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 5 തലവന്മാർ പല സ്ഥലത്തു നിന്ന് വന്നത് അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ ഈ പ്രതിനിധി തലവന്മാരോട് മാത്രം പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. അല്ലാതെ ചർച്ചയോ വായനയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ സ്റ്റാലിൻ തീരുമാനിച്ചു ഇനി ലെനിൻ ഉണ്ടാകരുത്, വേണ്ട, ഇനി ലെനിൻ്റെ ആവശ്യമില്ല. അത് രോഗങ്ങാനും മാറി എണീറ്റ് വന്നാലോ ഈ കളവൻ എന്നാണ്, അല്ലെങ്കിൽ കത്തെഴുതിക്കൊണ്ടിരിക്കും. അതെ അതെ, കത്തെഴുതി. അതായത് പിന്നീട് ഈ മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ഹൈപ്പർഗ്രാഫിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇങ്ങനെ ലെനിൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ എന്നൊക്കെ പറഞ്ഞ് മഹത്തായ സംഭവം എന്നും പറഞ്ഞിട്ട് ഇത് കുറേ ഉണ്ടല്ലോ, 30 കോടിയൊക്കെ എല്ലാ ദിവസവും 10-20 കത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ ചെയ്യുന്ന പല ആളുകളും ലോകത്തുണ്ട്, വലിയ പുള്ളികളാണ്, വലിയ രാഷ്ട്രപിതാക്കന്മാർ എന്നൊക്കെ കരുതുന്ന ആളുകൾക്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇത് ശരി, ഹൈപ്പർഗ്രാഫിയ എന്ന് പറഞ്ഞ അസുഖമാണെന്ന് ആധുനിക മനഃശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അസുഖത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഈ ഭയങ്കര തീക്ഷ്ണതയൊക്കെ ഉണ്ടാവും ഈ പറയുന്നതിൻ്റെ അകത്ത്, പക്ഷെ പ്രാന്താണെന്നാണ് പറയുന്നത്. ആ രോഗത്തിന്റെ ബീജങ്ങൾ ഇപ്പോൾ വലിയ മഹത്തായ കൃതികളായി നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രംബറ്റ്, ഈ ജർമ്മൻ ഡോക്ടർ അവസാന ഘട്ടത്തിലെത്തിയ സിഫിലിസാണ്
ഇത് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്തു. അത് ലെനിന് സിഫിലിസ് ഏതാ? ഞാൻ അതാ പറഞ്ഞേ, അത് എത്രയോ സ്ഥലത്തുണ്ടല്ലോ. കാരണം ഞാനിത് ശരിക്കും വായിച്ചിരിക്കുന്ന റോബർട്ട് പെയിൻ്റെ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ലെനിൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനുണ്ട്. അപ്പോൾ അവിടെ കുത്തഴിഞ്ഞ ഒരു ലൈംഗിക ജീവിതമായിരുന്നു ലെനിൻ്റെത്. ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇനി അത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു തുടർ പരമ്പര ഉറപ്പായിട്ട് സംസാരിക്കണം. ലൂയിസ ആർമാൻഡ് എന്ന് പറഞ്ഞ കാമുകി വളരെ അടുപ്പായിരുന്നു. അല്ല, ഈ ആർമാൻഡ് മരിക്കുമ്പോഴാണ് ശരിക്കും ഇദ്ദേഹത്തിന് രോഗം വഷളാകുന്നത്. അത് ഞാൻ മനഃപൂർവ്വം ആദ്യം പറയാതിരുന്ന, ഈ രോഗം തുടങ്ങുന്നത് എങ്ങനെയാണ്. അപ്പോൾ സ്ട്രംബറ്റ് പറഞ്ഞു സിഫിലിസ് ആണ്, അവസാന ഘട്ടത്തിലാണത് എന്ന് പറഞ്ഞു. ആഴ്സനിക്, അയഡിൻ, പോയിസണിങ് ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെ? അല്ലല്ല, മറ്റേ വെടിയുണ്ടകളും വെടിയുണ്ട ശരീരത്തിനകത്തുണ്ട്. അതും ഇതെല്ലാം കൂടി ബ്രെയിനിനല്ലേ ബാധിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ബ്രെയിൻ എടുത്ത് പിന്നെ അവിടെ വെച്ചല്ലോ, അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഈ സ്ട്രംബറ്റ് ഇതിങ്ങനെ പറഞ്ഞു, ഇയാൾക്കൊരാൾ വൈദ്യുത കസേര അയച്ചു കൊടുത്തു. ഇനി കസേരയിൽ വീൽ ചെയറിലാണല്ലോ പോകേണ്ടതെന്ന് വെച്ചിട്ട് അത് ആ പട്ടാളക്കാർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലൊന്നും ഇരിക്കുന്നില്ല എന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ അവസാനം ചക്രക്കസേരയിലിരിക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒരു ദിവസം ലെനിൻ ഈ സഹായി സ്ത്രീകളോട് വിഷം ചോദിച്ചു. ഞാൻ വിഷം കുടിച്ച് മരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷമാണെന്ന് പറഞ്ഞിട്ട് ക്രൂപ്സ്കയ ക്വിനൈൻ കൊടുത്തു. അത് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്ടോബർ 15 ഇദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ ഭരിച്ചിരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ക്രെംലിൻ, ആ ഓഫീസ് മുറിയൊക്കെ, അതൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഒക്ടോബർ 15 അത് കാണിച്ച് തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങോട്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഡോക്ടറെ ചാരനായിട്ട് ചോദിച്ചു. ചേഖ എന്നാണ് ചാര സംഘടനയുടെ പേര്, KGBയുടെ മുൻ അവതാരം. അതിലുണ്ടായിരുന്ന ഡോക്ടർ പീറ്റർ പാക്ലൻ എന്ന് പറഞ്ഞ ചാരനെ മുഴുവൻ നേരത്തേക്ക് സ്റ്റാലിൻ നിയോഗിച്ചു ഈ ക്രെംലിൻ ലെനിൻ ഇരിക്കുന്ന ആ സ്ഥലത്ത്. നവംബറിലും ഡിസംബർ 7-ാം തീയതിയും ആഘാതങ്ങളുണ്ടായി ലെനിന്. പലതരം ആഘാതങ്ങൾ ഉണ്ടാകുന്നു. 13-ാം തീയതി പാർട്ടി കോൺഗ്രസ്സിൽ ട്രോട്സ്കി പക്ഷത്തിന് കംപ്ലീറ്റ് നിർമാർജനം ചെയ്ത് കളഞ്ഞു സ്റ്റാലിൻ. ട്രോട്സ്കി അങ്ങനെയാണല്ലോ അവിടുന്ന് പോകുന്നത് മെക്സിക്കോയിലേക്കൊക്കെ. ജനുവരി 20-ാം തീയതി 1/2 കപ്പ് കട്ടൻ കാപ്പി കുടിച്ചു ലെനിൻ, എന്നിട്ട് പോയി കിടന്നു. 3 മണിയായപ്പോൾ 1/2 കപ്പ് വീണ്ടും കുടിച്ചു. അപ്പോൾ ഡോക്ടർ ഓസിപ്പോ പരിശോധിച്ചു. കുറേ ഡോക്ടർമാരവിടെ വെച്ചിട്ടുണ്ട്. 5:40 നില വഷളായി. ഓസിപ്പോവ്, ഫാസ്റ്റർ, വെലിസ്ട്രാറ്റോ തുടങ്ങിയ ഡോക്ടർമാർ, സഹായിമാർ, ക്രൂപ്സ്കേയ, ലെനിൻ്റെ സഹോദരി മറിയ, ഇവരൊക്കെ അടുത്തെത്തി. അന്ത്യനിമിഷങ്ങളാണെന്നൊക്കെ തോന്നിയിരുന്നു. ബോധം കെട്ടു, ഹൃദയ താളം തെറ്റി. 6:50 മരിച്ചുപോയി ലെനിൻ. ഈ ട്രോട്സ്കി യാത്രയിലായിരുന്നു. അപ്പോൾ ട്രോട്സ്കിക്ക് സന്ദേശം അയച്ചു സ്റ്റാലിൻ, നിങ്ങൾ ശവമടത്തിന് വരേണ്ടതില്ല. ഈ ക്രൂപ്സ്കയ, ലെനിൻ്റെ ഭാര്യയുടെ, ലെനിൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം എന്തോ അത് പാർട്ടി അറിയിച്ചു. ഇത് ഈ ജഡം സൂക്ഷിക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷെ സ്റ്റാലിൻ തീരുമാനിച്ചില്ല, ജഡം സൂക്ഷിക്കാം. ഇത് കാര്യങ്ങൾ, ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ജനത്തിനറിയില്ലല്ലോ. സ്റ്റാലിൻ എന്തോ വലിയ കാര്യം തീരുമാനിച്ചു, ലെനിൻ്റെ മൃതദേഹം പവിത്രമായി സൂക്ഷിച്ചു എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചത്തു കഴിഞ്ഞാൽ ലെനിനെയും സ്റ്റാലിന് വേണമായിരുന്നു. തൈലലേപനം ചെയ്ത് സൂക്ഷിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത് മോസ്കോയിൽ തൈലലേപനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഖാർക്കോവിൽ നിന്ന് വരുത്തണം. അത് ഈ യുക്രൈനിലോ മറ്റുമാണ്. ഇപ്പോൾ ഖാർക്കോവിൽ ബോംബിട്ടു. അപ്പോൾ ഖാർക്കോവിൽ നിന്ന് ഡോക്ടർ വൊറോബീവ് വരികയാണ്. അദ്ദേഹത്തിന് ഈ മൃഗങ്ങളുടെയൊക്കെ സൂക്ഷിച്ചൊക്കെ പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനിൽ ചെയ്യുന്നത്. എന്തായാലും അത് ചെയ്തു. അപ്പോൾ ഇത് ഈ നമ്മൾ മുമ്പ് മരിച്ചിട്ടുള്ള ആളുകളുടെ പിന്നീട് റിവേഴ്സ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. എങ്ങനെയായിരിക്കും ഇവർ മരിച്ചിട്ടുണ്ടാവും, മുടി, പല്ല് ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. നെപ്പോളിയൻ ആഴ്സനിക് പോയിസണിങ് കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. CJ തോമസ്, സ്വാതി തിരുനാൾ,
രാജാ കേശവദാസൻ, ഇവരുടെയൊക്കെ ചരിത്രം വായിച്ചിട്ട് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായർ, ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെ മകൻ, അദ്ദേഹം ഇന്ത്യൻ ന്യൂറോളജി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇവരെങ്ങനെയായിരിക്കും മരിച്ചിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. സ്വാതി തിരുനാളിനും CJ തോമസിനും ഒരേ അസുഖമായിരുന്നു എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തി. നമുക്ക് സ്വാതി തിരുനാളിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ മോസ്കോയിൽ ഹിസ്റ്റോറിയൻ, പിന്നീട് കുറച്ചുകൂടി കാലം പോകുമ്പോഴാണ് ചരിത്രകാരൻ ലവ് ലൂറി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഹാർവി വിൻറ്റേഴ്സ്, ഇവർ രണ്ടുപേരും ഈ റെക്കോർഡ്സ് മുഴുവൻ എടുത്തു. ലെനിൻ്റെ ഓട്ടോപ്സി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കുറേ രേഖകളൊക്കെ സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവർ മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിസിൻ അവരെല്ലാ കൊല്ലവും സെമിനാർ നടത്താറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ പണ്ട് എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ന്യൂറോളജിക്കൽ കോൺഗ്രസ്സുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമല്ലോ. അതിലൊരു പ്രബന്ധമായിട്ടാണ് സ്വാതി തിരുനാളിൻ്റെയൊക്കെ രാജശേഖരൻ നായർ അവതരിപ്പിച്ചതുമൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവരിതെല്ലാം നോക്കിയിട്ടൊരു പ്രബന്ധം അവതരിപ്പിച്ചു. ചരിത്രപരമായിട്ടും വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുന്ന കാര്യങ്ങളൊരു പ്രബന്ധമായിട്ട്. അപ്പോൾ ഈ അവസാനം വിറയൽ വന്നതായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശരീരത്തിൽ വിറയൽ. അത് മുമ്പ് ഈ ആഘാതങ്ങൾ കൊണ്ട് തളർന്നു പോയാലൊന്നും ഉള്ള ആളുകൾക്ക് വിറയൽ വരില്ല. അപ്പോൾ വിറയലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കൊടുത്ത് പതുക്കെ പതുക്കെ വിഷം ഉള്ളിൽ ചെന്നിട്ടായിരിക്കണം എന്ന് ഈ ഡോക്ടർ ആർവി വിൻറ്റേഴ്സ് ന്യൂറോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓട്ടോപ്സി നടത്തിയപ്പോൾ ടോക്സിക്കോളജിക്കൽ ടെസ്റ്റുകൾ, വിഷത്തിൻ്റെതായ ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ല. അത് സംശയാസ്പദമാണ്. അത് നടത്തണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു കാണണമല്ലോ സ്റ്റാലിൻ. അപ്പോൾ വിഷം അകത്ത് ചെന്നിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തിയിട്ടേ ഇല്ല അവിടെ. അപ്പോൾ 53 വയസ്സിൽ ആണ് മരണം. 53 വയസ്സിലാണല്ലോ മരിക്കുന്നത്. അപ്പോൾ 53 വയസ്സിൽ അതിന് മാത്രമൊന്നും സമയമായിട്ടുമില്ല. അതെ അതെ സമയമായിട്ടുമില്ല. അപ്പോൾ തലയിലെ ബ്ലഡ് വെസൽസ് കട്ട പിടിച്ചതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതുമൊക്കെ സംശയാസ്പദമായിട്ടാണ്, രക്തക്കുഴലുകൾ. അപ്പോൾ അതുമൊക്കെ ഇതിന് കാരണമാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ റോബർട്ട് പെയിൻ, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ലെനിൻ, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ട്രോട്സ്കി, ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഗാന്ധി, ഇങ്ങനെ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് സീരിയസ് ബുക്കുകളുണ്ട്. ഭയങ്കര രസമായി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. അപ്പോൾ ഗാന്ധിയെ പറ്റി തന്നെ ഒരുപാട് വിവരങ്ങൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹം ഈ പിന്നീട് ആർക്കൈവ്സിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട് അവിടുത്തെ. അപ്പോൾ അവസാനത്തെ പാചകക്കാരൻ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ അകത്ത് പലതും കലർത്തുന്നതായിട്ടുമൊക്കെ വിവരം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഇവിടെ നിന്ന് ഡിഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അങ്ങനെ ചെയ്ത പാർട്ടിയിൽ CC-യിലും ഒക്കെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ അത് കഴിഞ്ഞ് സ്റ്റാലിൻ്റെ മകള് സ്വെറ്റ്ലാന അവരും മാറിയല്ലോ. അവർ പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഒരു രാജകുടുംബത്തിലെ അംഗത്തിനെയാണ് അവർ വിവാഹമൊക്കെ ചെയ്തത്, സ്വെറ്റ്ലാന. അപ്പോൾ ഇവരുമൊക്കെ പറഞ്ഞതിൻ്റെ അകത്തുമൊക്കെ ഈ സ്റ്റാലിൻ കൊന്നതാണ് എന്നുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ട്സിൻ്റെയൊക്കെ വളരെ വിശദാംശങ്ങൾ റോബർട്ട് പെയിൻ എഴുതിയ പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ലെനിനെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ കേന്ദ്രമാണ് മഹാനായ ലെനിനാണ്. മഹാനായ ലെനിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു, ലെനിൻ എത്രത്തോളം മഹാനായിരുന്നു എന്നൊരു ചെറിയൊരു നഖചിത്രം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.